ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അൽഗോയിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഏതാണെന്നാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഏത് കൺസെപ്റ്റാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ടൂൾ വെച്ചുള്ള 21 സ്ട്രാറ്റജി ഞാനൊരു വീഡിയോയിൽ ചെയ്യാന്നുള്ളത്. അത് പകുതി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി അതിനകത്ത് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അത് കഴിയുമ്പോൾ അതിൻ്റെ ആ വീഡിയോ റിലീസ് ചെയ്യാം. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഇപ്പോൾ ഈ ടൂൾ 2 ടൂൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ 2 ടൂളിൽ ഉള്ള കുറച്ച് സ്ട്രാറ്റജി ഉണ്ട്. അതായത് നമ്മളിവിടെ ഇതുണ്ട്, ഇവിടെ ഈ മോഡ് അവൈലബിൾ ആയിട്ടുള്ള ഒരു 4 സ്ട്രാറ്റജി ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രാറ്റജി കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു ഡാഷ്ബോർഡിൽ വരുന്ന ഇൻഫർമേഷനും നമുക്ക് ബൈ സെല്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാക്ട്ലി ഈ ഒരു 7 ടൈം ഫ്രെയിമിൻ്റെ ഇൻഫർമേഷനാണ് അവിടെ ആ ഒരു ഫിൽട്ടർ ചെയ്ത് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പം അത് 4, 5 ആയി ഇവിടെ തന്നെ. ഇനി ഈ ടൂൾ വെച്ച് നമുക്ക് ഡയറക്റ്റ് MTL നിന്ന് ഉള്ള എൻട്രീസ് എടുക്കാം, അല്ലെങ്കിൽ MTLും സ്റ്റാർ ലൈനും മാത്രം ക്ലബ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് SMCനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ HTF മാത്രം യൂസ് ചെയ്യാൻ പറ്റും. HTF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ഐഡൻറ്റിഫയർ, അത് യൂസ് ചെയ്തുകൊണ്ട് MTLുമായിട്ട് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടോ IHSD, ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് മാത്രം വെച്ചിട്ട് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സിഗ്നൽസ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് SMC ക്ലബ് ചെയ്യാൻ പറ്റും. അങ്ങനെ 21 സ്ട്രാറ്റജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 60% അല്ലെങ്കിൽ 70-75% മുകളിലേക്ക് നമുക്ക് വിന്നിങ് റേഷ്യോ തരുന്ന സ്ട്രാറ്റജീസാണ് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് മൈൻഡ് സെറ്റ്, ടെമ്പറമെൻറ്റ്, നിങ്ങളുടെ ക്യാരക്ടറിനനുസരിച്ച് തന്നെ ഇതിൽ നിങ്ങൾക്ക് ഈ ടൂൾ വെച്ച് തന്നെ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബിറ്റ് കോയിനിൽ ഒരു സെല്ല് വീണ്ടും വന്നിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ നമുക്കൊരു സെല്ലാണിത്. ആക്ച്വലി ഈ 2 ബൈ, ഈ 3 ഇതെല്ലാം ബൈ ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ ഏരിയയിൽ നമുക്ക് നോർമലി ബൈ അല്ല വരുന്നത്. കാരണം ആ സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈന് താഴെയാണ് ട്രേഡിങ് നടക്കുന്നത്. സോ അത് വീക്ക് പോയിൻ്റ് ആണ്, വീക്ക് ഏരിയ ആണ്. അവിടെ നമ്മൾ സെൽ സൈഡിലേക്കായിരിക്കും നോക്കേണ്ടത് തന്നെ നോർമലി. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ തന്നെ നമ്മളുടെ ഇതുണ്ടോ, ഫാസ്റ്റ് എൻട്രി മോഡ് അനുസരിച്ച് തന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് എൻട്രി വരും ആ ഒരു കൺസെപ്റ്റിൽ. ഓക്കെ, ആ എൻട്രി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ എൻട്രി വന്നിരിക്കുന്നത്. ഓക്കെ, അതല്ലാതെ ഇപ്പോൾ എൻട്രി മോഡ് യൂസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് MTL വഴി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും ട്രേഡ്. അതൊക്കെ ഞാൻ ആ പുതിയ വീഡിയോയ്ക്കകത്ത് ഇൻഫോം ചെയ്യാം. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഒരു സിമ്പിൾ ഇൻഡിക്കേറ്ററായിട്ട് കണക്കാക്കുകയോ വേണ്ട. ഇതിനകത്ത് കുറേയധികം സ്ട്രാറ്റജീസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓരോ ആൾക്കാരുടെയും ക്യാരക്ടർ അനുസരിച്ചാണല്ലോ നമ്മൾ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ടൂൾ വെച്ച് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന മോഡലായിരിക്കത്തില്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്ന മോഡലായിരിക്കത്തില്ല വേറൊരാൾ ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ക്യാരക്ടറും ഓരോരുത്തരുടെ ട്രേഡിംഗ് ടെമ്പറമെൻ്റ് ഒക്കെ അനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചത് ഫിൽട്ടർ ചെയ്ത് നമ്മൾ തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അൽഗോയിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, SMTT സ്മാർട്ട് അൽഗോ വേർഷൻ 1 V1 ഓൾ ഇൻ 1 എന്ന് പറയുന്നൊരു ടൂൾ അവൈലബിൾ ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു. ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തേക്കാം ആദ്യം. ഓക്കെ, ഇതിൽ നമ്മൾ വേറെ അധികം കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഡയറക്റ്റ് അൽഗോയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റുകൾ 1, 2, 3, അതുപോലെ തന്നെ ഏതൊക്കെ ടാർഗറ്റ് നമുക്ക് വേണം, അതുപോലെ TSL, ഓക്കെ, അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം ആഡ് ചെയ്തിട്ടുള്ളത് ഇതുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏത് ട്രെൻഡിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഇത് അൽഗോയ്ക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതുണ്ടോ, എപ്പോഴാണ് ആ സെല്ല് ജനറേറ്റ് ആയത്, അല്ലെങ്കിൽ ആ സെൽ സോണിലേക്ക് നമ്മൾ എപ്പോഴാണ് കയറിയത് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മീൻ വാല്യൂവിൽ നിന്ന്, അതായത് ഈ ഒരു ട്രെൻഡിൻ്റെ മീൻ വാല്യൂവിൽ നിന്ന് എത്ര പുൾ ബാക്ക് ദൂരമാണ് നമ്മൾ നിൽക്കുന്നതെന്നും ഇവിടെ കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ ടൈമും ഡേറ്റും ഇവിടെ അവൈലബിൾ ആണ്.
ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ -571 എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അതായത് നമ്മളുടെ പുൾ ബാക്ക് റേഞ്ച്, ഇത് പുൾ ബാക്ക് വന്നു കഴിഞ്ഞാലും ഈ ഒരു മുകളിലേക്ക് ഈ റേഞ്ച് വരെയുള്ള ചാൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ആൽഗോയ്ക്ക് വേണ്ടിയാണ്. അത് നമുക്ക് വിഷ്വലി കൂടി നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു മോഡ് ഓപ്പൺ ആക്കി കാണിക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ സ്കാൾപ്പിംഗ് എൻട്രി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ഒരു ടൂൾ ആക്ച്വലി ട്രെൻഡ് സെക്ടറിനെ ആദ്യം ചെക്ക് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനിലായിരിക്കും എൻട്രീസ് നോർമലി നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് സ്റ്റാർലൈനിൻ്റെ കൺസെപ്റ്റുമായിട്ടാണ് കൂടുതൽ അലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ടാർഗറ്റ് 1, 2, 3 അവൈലബിൾ ആണ്. ഓരോ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വെളിയിൽ സിഗ്നൽ വരും. അങ്ങനെയാണ് നമ്മളുടെ അൽഗോ എക്സിറ്റ് ആകുന്നതും എൻട്രി എടുക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എൻട്രി വന്നു. ഓക്കെ, ഇത് ടാർഗറ്റാണ്. കണ്ടോ, ഈ മൂന്നാമത്തെ ടാർഗറ്റ് അടിച്ചപ്പം ഈ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ 3ഉം 4ഉം ടാർഗറ്റ് അടിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു എൻട്രി വന്നു. ഈ വൈറ്റ് ക്യാൻഡിലാണ് ടാർഗറ്റ്. അപ്പം ടാർഗറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, 300 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 300 പോയിന്റ് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 600 പോയിന്റ്, തേർഡ് ടാർഗറ്റ് 900 പോയിന്റ്. ഇത് ആക്ച്വലി നമ്മൾ 0.03 ലോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ലോട്ട് ഈ 300 പോയിന്റിൽ ഇറങ്ങും, അടുത്ത ലോട്ട് 600 പോയിന്റിൽ ഇറങ്ങും, അതിനടുത്ത ലോട്ട് ലാസ്റ്റ് ലോട്ട് ഇവിടെ ഇറങ്ങും. ഓക്കെ, ഇത് പാർഷ്യൽ ബുക്കിങ്ങിന് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ TSL നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 50-50 ആണ്. ഈവൻ 1 കൊടുത്താലും കുഴപ്പമില്ല. അത് നമ്മളുടെ ഫേവറിൽ പ്രൈസ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പം TSL ഷിഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നോർമലി ഞാനിപ്പം അൽഗോ വിടുന്നതിനകത്ത് ഡയറക്റ്റായിട്ട് ഒരു ടാർഗറ്റാണ് വിടുന്നത്. അപ്പം ഈ 2 ടാർഗറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ ഒരു 400 പോയിന്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു 200 പോയിന്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ ടൂൾ സെറ്റ് ചെയ്യും. കണ്ടോ, TSL വർക്കായിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ, TSL ഇവിടെ വന്നിട്ടുണ്ട്, SL ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, TSL തൊട്ട് പുറകെ തന്നെയുണ്ട്. നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാലും TSL നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ടൂള് ഞാൻ ട്രേഡിംഗ് വ്യൂവിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ MT5ലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബിറ്റ് കോയിനിൽ മാത്രമാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അല്ല, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഗോൾഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗോൾഡ് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ നമ്മൾ ഇവിടെ മാറ്റണം. ഇവിടെ ഗോൾഡിൽ 200 പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യമില്ലല്ലോ. ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 5 പോയിന്റ് ഫസ്റ്റ് ടാർഗറ്റ്, ഒരു 10 പോയിന്റ് സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് നമ്മൾ 15 കൊടുത്തു, ദെൻ എല്ലാം ഒന്ന് ഓണാക്കി. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയാണ് സെൽ എൻട്രി ജനറേറ്റ് ആയിരിക്കുന്നത്. TSL എവിടെയാണ് വന്നിരിക്കുന്നത്, TSL ഓൾറെഡി ഹിറ്റായി. കണ്ടോ, ഇപ്പം നമ്മൾ 0.1 വെച്ച് കൊടുത്തേക്ക് വരുന്നതോടെ ഈ ഒരു 1-on-1 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻട്രി പോയിന്റിൽ തന്നെ TSL വന്നു. അതിനു മുമ്പ് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നോക്കി വൈറ്റ് കളറിലെ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ഹിറ്റായി, ദെൻ TSL. അപ്പോൾ ഇതിനകത്ത് തന്നെ വേറെയും കുറേ കാര്യങ്ങൾ ഉണ്ട്. ഇതുണ്ട്, എയർലി എക്സിറ്റ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതായത് ഒരു ട്രെൻഡിൽ നമ്മൾ നിൽക്കുന്നു, ആ ട്രെൻഡിൻ്റെ ഡയറക്ഷനിൽ നിന്നും ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ സെല്ല് എക്സിറ്റ് ആകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിഗ്നൽ നമുക്ക് വരും. അതിൻ്റെ സിഗ്നൽ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ അത് ട്രിഗർ ആകും. അപ്പോൾ അവിടെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് സംഭവം എക്സിറ്റ് ആകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് പോകുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഹയർ ടൈം ഫ്രെയിമുമായിട്ട് കണക്റ്റാണ് ഈ സാധനം. ഓക്കെ, ഈ ഒരു ടൂള് വേർഷൻ 1 ഓൾ ഇൻ 1 എന്ന് പറയുന്ന ടൂള് ഹയർ ടൈം ഫ്രെയിമുമായിട്ട് കണക്റ്റാണ്. ഈ ഒരു ഡയറക്ഷനിൽ മാത്രമുള്ളൂ ഇത് ട്രേഡ് എടുക്കത്തുള്ളൂ. അതുപോലെ ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഒരു 150 പോയിന്റ് സ്പോട്ട് ചാർട്ട് അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നു. ഫസ്റ്റ് ടാർഗറ്റ് 300, 450, 600 ഇങ്ങനെ നമ്മൾ കൊടുക്കും എന്ന് വെക്കുക. അപ്പം ഇത് കണ്ടോ, ഓട്ടോമാറ്റിക്കലി എൻട്രി എവിടെ വന്നിരിക്കുന്നത്, ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഈ എൻട്രി എങ്ങനെ എടുത്തിരിക്കുന്നത്, ഡയറക്റ്റായിട്ട് ഇവിടത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ബൈ സോണിലേക്ക് നമ്മൾ വന്ന എപ്പോഴാണ്, 10:15 10:15 കഴിഞ്ഞ് വരുന്ന
എൻട്രീസ് ആണ് അത് എടുക്കുന്നത്. ഇനി ഇത് എക്സിറ്റും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ആയിക്കോളൂ. അതിൻ്റെ കോഡ് ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അത് എക്സിറ്റും ആകും. ഓക്കെ, ഇപ്പം നിഫ്റ്റിയിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ നിഫ്റ്റിയിൽ സെയിം കൺസെപ്റ്റാണ്. നിങ്ങൾ ഈ ഒരു റേഞ്ച് മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നിഫ്റ്റിയിൽ നമ്മളൊരു 25 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്, 50 പോയിൻറ്റ് ടാർഗറ്റ്, 100 പോയിൻറ്റ് സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് 150 പോയിൻറ്റ്. ഓക്കെ, കണ്ടോ, അതിനനുസരിച്ച് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരു ടൈമിൽ ഒരു എൻട്രി ആയിരിക്കും എപ്പോഴും ഈ ഒരു ടൂള് പ്രിഫർ ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് സ്കാൽപ്പിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ 2 മോഡ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള എൻട്രീസ് അവിടെ വർക്കൗട്ട് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അൽഗോയുടെ കൺസെപ്റ്റ്. ഇനി ഞാൻ അടുത്തത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. അതുകൊണ്ട് ഈ ഒരു അൽഗോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇപ്പോൾ സ്റ്റാർലൈൻ ബേസ്ഡ് ആണ് ഇപ്പോൾ സ്കാൽപ്പിംഗ് പോകുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു എൻട്രി ടാർഗറ്റ് ഹിറ്റായി, ദെൻ അത് റീ എൻട്രി എടുക്കത്തില്ല. കണ്ടീഷൻ മാറി വന്നാൽ മാത്രമേ ഉള്ളൂ റീ എൻട്രി എടുക്കത്തുള്ളൂ. ഇതൊരു കൺസെപ്റ്റാണ്. ഇനി വേർഷൻ 2 ഉണ്ട്, SMTT സ്മാർട്ട് അൽഗോ V2 ഓൾ ഇൻ വൺ. ഓക്കെ, ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MTL ടച്ച് ആണ്. ഓക്കെ, MTL റേഞ്ചിൽ വാലിഡ് ആയിട്ടുള്ള എൻട്രി ആണെങ്കിൽ എൻട്രി പോയിന്റിൽ പ്രോപ്പറായിട്ട് ഇത് എൻട്രി എടുത്ത് പോകും. ഓക്കെ, ഇതും ഈ ഒരു ട്രെൻഡ് സെറ്ററുമായിട്ട് കണക്ഷൻ ഉണ്ട്. ബട്ട് ഇതിൻ്റേതായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളും പാരാമീറ്ററും അത് നോക്കും. ഓക്കെ, അതിൻ്റെ സെറ്റിങ്സ് ഞാൻ കാണിക്കാം. ഇതുണ്ടോ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു എൻട്രി മോഡ് സെലക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ രണ്ടാമത് നിങ്ങൾ നോക്കിയാൽ ഇതുണ്ടോ, ഇവിടെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ്ങർ ട്രെൻഡിലാണ് ഇപ്പോൾ ഈ ഒരു സാധനം നിൽക്കുന്നത്, ഈ ടൂൾ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇതിനെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ നോക്കുന്നില്ല. ഇതിൻ്റെ ഈ ഒരു എൻട്രി എടുക്കാൻ വേണ്ടി 3 ട്രെൻഡ് സെറ്റർ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒന്ന് നോർമൽ ട്രെൻഡ്. ഓക്കെ, അതിട്ട് കഴിഞ്ഞാൽ ഈ എൻട്രി കാര്യങ്ങളൊക്കെ മാറും. കണ്ടോ, നോർമലി നമുക്ക് എവിടെയാണ്, ഇവിടെ ഒരു ബൈ വന്നതാണ്. ഈ ബൈ വന്ന് ടാർഗറ്റ് ഹിറ്റായി. ടാർഗറ്റ് എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? 300 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 300 പോയിന്റ് ടാർഗറ്റുമാണ് വെച്ചിരുന്നത്. നമ്മളവിടെ ഒരു 150 പോയിന്റ് വെച്ച് കഴിഞ്ഞാലും അത് നമ്മളുടെ ഇഷ്ടം. നമ്മൾ ഏത് സിമ്പിളിലാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളിവിടെ മാറ്റും. ഓക്കെ, ഇവിടെ നോർമലി എത്രയാണ്, ഒരു 300 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ്. ആ ടാർഗറ്റാണ് ഇത് ഇവിടെ ഹിറ്റ് ആയിരിക്കുന്നത്. വൈറ്റ് കളറിലെ ക്യാൻഡിൽ കണ്ടോ, ടാർഗറ്റ് ഹിറ്റ്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് വെളിയിൽ അവൈലബിൾ ആയിരിക്കും. എൻ്റെ സിഗ്നൽസ് കാണിക്കാം. ഇതുണ്ടോ, TSL, SL, ടാർഗറ്റ് 1, 2, 3, ടാർഗറ്റ് 1, 2, 3, ബൈ സൈഡ്, സെൽ സൈഡ് എല്ലാം സെപ്പറേറ്റ് ആണ് ഇതിനകത്ത്. ഓക്കെ, അപ്പം ഇതാണ് ടാർഗറ്റ് ഹിറ്റ് ആയിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഇതിനകത്ത് ഇവിടെയാണ് എൻട്രി വന്നിരിക്കുന്നത്. രണ്ടാമത്തെ എൻട്രി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരേണ്ടതാണ് അല്ലേ, ബട്ട് അത് എടുത്തില്ല. കാരണം അത് നോക്കുന്ന ട്രെൻഡിൽ അവിടെ എൻട്രി വന്നിട്ടില്ല. ഓക്കെ, നോർമൽ ട്രെൻഡിൽ. ഇനി അത് ലോങ്ങർ ട്രെൻഡിലായിരുന്നെങ്കിൽ മേ ബി അവിടെ എൻട്രി വന്ന് കാണും. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ കുറച്ചുകൂടെ വലിയ ടൈം ഫ്രെയിമിലുള്ള കൺഫർമേഷനാണ് അത് നോക്കുന്നത്. അപ്പോൾ ലോങ്ങർ ട്രെൻഡിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്, ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ട് പുൾ ബാക്ക് ആണ് കേട്ടോ. പുൾ ബാക്ക് എടുക്കുന്ന സമയത്താണ് എൻട്രി എടുക്കുന്നത്. ഇത് ബുക്കായി. രണ്ടാമത് ഇവിടെ എങ്ങും എടുത്തിട്ടില്ല. ഓക്കെ, അതതിൻ്റെ കണ്ടീഷൻ വെച്ച് എടുത്തിട്ടില്ല. അടുത്തത് ഇവിടെ അടുത്ത ട്രേഡ് വന്നു, അതിവിടെ ബുക്കായി. അടുത്ത നമുക്കിത് ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്, അത് ഇവിടെ തന്നെ എക്സിറ്റ് ആവും. മൂന്നാമത്തത് ഇവിടെ അടുത്ത എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് മൂന്നാമതൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, സ്കാൽപ്പിംഗ് ട്രെൻഡ് മോഡ്. ഇത് കുറച്ചുകൂടെയും ചെറിയ ടൈം ഫ്രെയിമുമായിട്ട് കണക്ട് ചെയ്താണ് ഈ സാധനം എടുക്കുന്നത്. അപ്പം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് ഇതിനകത്ത് വരും. ഓക്കെ, അതുപോലെ ഇതിൽ ഇതുണ്ടോ, ഈ MTLനകത്ത് നമുക്ക് ഏത് MTL ടച്ച് ചെയ്യുമ്പോൾ എടുക്കണമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു MTL ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മെയിൻ MTL ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, മെയിൻ MTL ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൈനർ MTL ടച്ച് ചെയ്യുമ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൈനർ MTL നമുക്ക് കൊടുക്കാം. ഇപ്പോൾ 2 MTLലും വേണം. അതായത് നമുക്ക് 2 MTLലും ഒരു ഏരിയ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ബോത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 MTLൽ നമുക്ക് എൻട്രീസ് വരും. ഓക്കെ, കണ്ടോ, എൻട്രീസ് മാറിയത് കണ്ടോ. അപ്പോൾ അത് ഓരോ സിമ്പിൾസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് മെയിൻ MTL മാത്രമാണ് നമ്മൾ ക്രിപ്റ്റോ, അതായത് ബിറ്റ് കോയിനിൽ കൊടുക്കുന്നത്. കാരണം മെയിൻ MTL വരെ നോർമൽ കേസസിൽ പുൾ ബാക്കുകൾ വരും. അവിടെ നമുക്ക് ചെറിയൊരു SL ആയിരിക്കും വരുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് എൻട്രി വന്നു,
എന്നിട്ട് ഈ എക്സ്ട്രാ ഈ ക്യാൻഡിലിൽ എൻട്രി വന്നു. ഈ ക്യാൻഡിലിൽ തന്നെ നമുക്ക് അൽഗോയിൽ എൻട്രി പോയി കഴിയുമ്പം ഇതുണ്ടോ TSL വർക്കായിട്ട് TSL എവിടെയാണ് നിൽക്കുന്നത്? എൻട്രി പോയിന്റിന് താഴെയാണ് TSL വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ടിപ്പം സെക്കൻഡ് ടാർഗറ്റിലേക്ക് പ്രൈസ് അപ്രോച്ച് ആയി. ഈ ടാർഗറ്റ് നമുക്ക് വേണ്ട, ഇത്രയും ടാർഗറ്റ് വേണ്ടെന്ന് ഓർത്തു, നോ ഇഷ്യൂ. ഈ 2ഉം 3ഉം ടാർഗറ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു ടാർഗറ്റ് തന്നെ, ഒരു 400 പോയിൻറ്റിൻ്റെ ടാർഗറ്റ്, ഒരു 200 പോയിൻറ്റിൻ്റെ SL, ഇതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ഓൾറെഡി അവിടെ SL ട്രിഗറായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഓൾറെഡി ടെലഗ്രാം ഒരു ചാനലുണ്ട്, ആ ചാനലിലേക്ക് ഇതിൻ്റെയൊക്കെ ഓൾറെഡി സിഗ്നൽസ് വരും. അവിടെ നിന്ന് നമ്മളുടെ സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്തോളും അൽഗോയിലേക്ക്. ഓക്കെ, ഇത് തന്നെ നിങ്ങൾക്ക് ഏതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ വേണം, സെയിം കൺസെപ്റ്റ് നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ലോങ്ങർ ട്രെൻഡ് ഇടുന്നതിലും നല്ലത് കുറച്ചുകൂടെ സ്കാൽപ്പിംഗ് ഇടുന്നതായിരിക്കും നല്ലത്. ഇതുകൊണ്ട് എൻട്രി വന്നിട്ടുണ്ട് അവിടെ. അതിന് ഇത്രയും ടാർഗറ്റ് നമുക്ക് ആവശ്യമില്ലല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള ടാർഗറ്റും SL ആണ് അവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ചെറിയൊരു SBN എടുത്തെന്ന് വെച്ചു. SBNൽ നമുക്ക് ഇത്രയും ടാർഗറ്റ് വെക്കണോ? വേണ്ട അല്ലേ? വല്ലോ 2 പോയിൻറ്റ് 3 പോയിൻറ്റ് SLO, 2 പോയിൻറ്റ്, ഒരു 5 പോയിൻറ്റ് നമുക്ക് ടാർഗറ്റ്. അതുപോലെ തന്നെ സ്റ്റോക്കിലൊക്കെ ചെയ്യുമ്പം ബോത്ത് MTയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് ഏതിലേലും ടച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു MTയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എൻട്രി അല്ലേ? ഈ ഒരു MTയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ടാർഗറ്റ് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു അൽഗോ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കൂടെ ഇപ്പോൾ അൽഗോയ്ക്ക് ജോയിൻ ചെയ്ത ആൾക്കാർ, അവർക്കറിയണമല്ലോ എങ്ങനെയാണ് ആക്ച്വലി ട്രേഡ് നടക്കുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ 21 സ്ട്രാറ്റജിയുടെ വീഡിയോ ഉടനെ തന്നെ, നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ടോ ഈ ഒരു ടാർഗറ്റ് പ്രോപ്പറായിട്ടാണ് ഇവിടെ നിന്ന് വന്ന് പിടിച്ചത്. ഓക്കെ, ഇത് മാനുവലാണ് കേട്ടോ. നമ്മളുടെ മെയിൻ ടൂള് മാനുവലായിട്ടാണ് എല്ലാ എൻട്രീസും എടുക്കുന്നത്. ഇതല്ലാതെ ഒരു ടൂൾ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അത് ഞാൻ കാണിക്കാം. ഈ ടൂളാണത്, SMTT Pro Plus കാൽപ്പർ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇതൊരു അഡ്വാൻസ് കൺസെപ്റ്റാണ്. അതായത് നമ്മളുടെ ഇതിനകത്ത്, ഈ ഒരു ടൂളിനകത്ത് നമുക്ക് ഓരോ എൻട്രി മോഡും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, ബാലൻസ്ഡ് എൻട്രി മോഡ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു എൻട്രി മോഡ് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ വർക്ക് ആവത്തുള്ളൂ അല്ലേ? ഇതുകൊണ്ട് ഇപ്പോൾ ബാലൻസ്ഡ് എൻട്രി മോഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു എൻട്രി മോഡ് മാത്രമാണ് വർക്കായിട്ടുള്ളത്. ഓക്കെ, എൻട്രി ഏരിയ ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാൻഡിൽ, അതിൻ്റെ എത്രയാണ് അതിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, ടാർഗറ്റ് 1, 2, 3 ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് എൻട്രി മോഡാണ് ഇടുന്നതെങ്കിൽ അത് മാത്രമേ ഉള്ളൂ കാണിക്കത്തുള്ളൂ. ഓക്കെ, ബട്ട് ഇതിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ 3 മോഡും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അതിനനുസരിച്ചാണ് പിന്നെ നമ്മളിവിടെ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മളിവിടെ ഈ ഒരു 3 മോഡ് ഓപ്പൺ ആക്കിയെങ്കിലും ഇതിൻ്റെ കോർ കൺസെപ്റ്റ് എങ്ങനെയാണ് ഈ എൻട്രി വരുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ വീഡിയോസിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് നോക്കാം. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വേണം, എന്നാൽ മാത്രമേ നമ്മൾ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എവിടെ എന്ത് എടുക്കണം എന്നുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ നോർമലി ഏതെങ്കിലും ഒരു എൻട്രി പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, മെയിൻ ട്രെൻഡിനെ കണക്ട് ചെയ്യുക, മെയിൻ ട്രെൻഡുമായിട്ട് അലൈനായിട്ട് വരുന്ന ഏരിയയിലേക്ക് മാത്രം ട്രേഡ് എടുത്ത് പോവുക. അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വേ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് SMCയുടെ കൺസെപ്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിംസിൻ്റെ സോൺസിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആ 21 സ്ട്രാറ്റജിയുടെ വീഡിയോസിൽ കൊണ്ടുവരാം. ബട്ട് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ടൂളിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു SMCയുടെ കൺസെപ്റ്റ് എന്താണെന്ന് അറിയത്തില്ല എന്ന് വെച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല അല്ലേ? അവിടെ ഒരു കാര്യവുമില്ല. അപ്പം ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എല്ലാ സ്ട്രാറ്റജിയും നമ്മൾ ഒരുമിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇതിനകത്ത് ഏതെങ്കിലും 1, 2 മാത്രം ഒന്ന് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതിനനുസരിച്ച് നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പോവുക. ഇപ്പോൾ നമ്മുടെ സഞ്ജു ബ്രോ ചെയ്യുന്ന സ്ട്രാറ്റജി എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. പുള്ളി എന്താണ്, അതായത് MTL റേഞ്ചിനകത്തു നിന്ന് നേരെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സിനെ പിടിക്കുക. ഏത് ഡയറക്ഷനിലാണ് SL ഓർഡർ കിടക്കുന്നത് ആ SL ഓർഡറിനെ പിടിക്കുക. ഇവിടെ ബയ്യേഴ്സിൻ്റെ SL ഓർഡറാണ് അവൈലബിൾ. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയ ആൾക്കാരുടെ ഓർഡർ
ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ നമ്മൾ നമ്മളുടെ ഏരിയയിൽ നിന്ന്, അതായത് നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയയിൽ നിന്ന് കയറുമ്പം നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? ഇവരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഹൈ ടൈം ഫ്രെയിമിൻ്റെ നിങ്ങൾക്ക് സ്റ്റാർ ലൈനോ അല്ലെങ്കിൽ ഹൈ ടൈം ഫ്രെയിമിൻ്റെ തന്നെ MTLSോ കാര്യങ്ങളോ ഒക്കെ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡ് ഈ 3 എൻട്രിയുടെയും, അതായത് ഇതുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 3 എൻട്രിയുടെയും 3 മിനിറ്റിൽ എന്താണ് അവസ്ഥ, അതുപോലെ തന്നെ 5 മിനിറ്റിൽ എന്താണ് പറയുന്നത്, ഇതാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത് വരുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിൽ അൽഗോ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത് എന്നുള്ള ഡൗട്ട് മാറിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് 2 രീതിയിൽ ഈ അൽഗോനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള കാര്യം. ഓക്കെ, ഒന്ന് നിങ്ങൾക്ക് നമ്മളുടെ അൽഗോയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ടൂൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന അൽഗോയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് അത് എടുക്കുന്ന എൻട്രീസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും വരുന്നു. ഓക്കെ, ഇതൊരു രീതിയാണ്. രണ്ടാമത്തത്, അല്ലെങ്കിൽ ടൂൾ തന്നെ ആക്സസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത്, നിങ്ങൾക്കിപ്പം നിഫ്റ്റിയിലാണ് അൽഗോ വിടേണ്ടത്, അല്ലെങ്കിൽ ഗോൾഡിലാണ് അൽഗോ വിടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തേറിയത്തിലാണ് അൽഗോ വിടേണ്ടത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ അൽഗോ കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി വേണം. ഓക്കെ, ഇവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് കഴിഞ്ഞാൽ സ്ട്രാറ്റജി അവിടെ നിന്ന് വെളി വരണം, അതിൻ്റെ സിഗ്നൽസോ അതിൻ്റെ എന്താണ് ഔട്ട്പുട്ട് നമുക്ക് വെളി കൊണ്ടുവരണം. ഓക്കെ, അതപ്പോൾ വെളി വന്നു, അതിനൊരു പ്ലാറ്റ്ഫോം വേണം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കണക്റ്റ് ആയിരിക്കണമല്ലോ. ഓക്കെ, അവിടെ ഇത് മീറ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് എൻട്രി പോകുന്നത്. പറഞ്ഞ് മനസ്സിലാവും. അപ്പം ഇത് നമ്മളുടെ ട്രേഡിംഗ് വ്യൂ ആണെന്ന് വെച്ചു. സ്ട്രാറ്റജി കിടക്കുന്നത് ട്രേഡിംഗ് വ്യൂലാണ്, അല്ലെങ്കിൽ MT5 ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. അവിടെ നിന്ന് നേരെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഈ സിഗ്നൽസിനെ, നമുക്ക് ആവശ്യമുള്ള സിഗ്നൽസിനെ മാത്രം വെളിയിലോട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നത് സിഗ്നൽ വെളിയിൽ വന്നു. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം തന്നെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിനു വേണ്ടി എക്സ്ട്രാ നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും കൊടുത്ത് ഇന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പം സെറോദയിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി 2000 രൂപ മന്ത്ലി API എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഓക്കെ, അത് ബ്രോക്കറിന് കൊടുക്കണം. ഓക്കെ, 2000 രൂപ നമ്മൾ സെറോദയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഈ സെറോദനെ ഇനി നമുക്ക് വേറൊരു സ്ഥലത്ത് കണക്ട് ചെയ്യണമല്ലോ. ഓക്കെ, അവിടെ പല റേറ്റ് ആയിരിക്കും. അതായത് നമുക്ക് 1000 രൂപയ്ക്ക് ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ 2000 രൂപ 3000 രൂപയ്ക്കായിരിക്കും ആ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തരുന്നത്. അവരെന്താണ്, നിങ്ങൾക്ക് വരുന്ന സിഗ്നൽ സെറോദയിലേക്ക് പാസ് ചെയ്ത് വിടും. അപ്പോൾ നിങ്ങൾ ആ സിഗ്നൽ എന്ത് ചെയ്യും, ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഒരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവർ അത് സെറോദയായിട്ട് കണക്ട് ചെയ്ത് സെറോദയ്ക്ക് കൊടുക്കും. ഓക്കെ, ഇവിടെ നിന്ന് വരുന്ന സിഗ്നൽ കയറി ഇറങ്ങി ഇങ്ങനെ പോകും. ഇത് തന്നെ നിങ്ങൾക്ക് നമ്മളുടെ പ്ലാറ്റ്ഫോമിലും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ടാർഗറ്റുകൾ പ്രോപ്പറായിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചുമ്മാ ലോജിക് ഇല്ലാത്ത ഒരു ടാർഗറ്റും വെച്ച് വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, എൻട്രീസ് പ്രോപ്പറായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ടൂള് നിങ്ങൾക്ക് ലൈഫ് ടൈമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരിക്കലും നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ഐഡിയിൽ നിന്ന് ഇത് പോകത്തില്ല. അതുപോലെ തന്നെ കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് ബ്രോക്കർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് അവർ MT5 പ്ലാറ്റ്ഫോമുമായിട്ട് സപ്പോർട്ട് ആയിരിക്കണം, അത് മാത്രമാണ് വേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് ആ 21 സ്ട്രാറ്റജി വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. ബൈ.